ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫാം ടൈംസ്. ഇപ്പോഴത്തെ മക്കളൊന്നും അധികം കാണാനിടയില്ലാത്തതും എന്നാലൊരു അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്ക്. ഈ നെല്ലിൽ നിന്ന് എങ്ങനെയാണ് പച്ചരി ഉണ്ടാക്കുക, പുഴുങ്ങല്ലേരി ഉണ്ടാക്കുക, അവിലുണ്ടാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിലപ്പോൾ ഇപ്പോഴത്തെ മക്കൾക്ക് അറിയില്ലായിരിക്കാം. അപ്പോൾ നമുക്കെങ്ങനെയാണ് അവിലെങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിക്കാം. ഓക്കെ, കീപ് വാച്ചിങ് ഗൈസ്. ഇതാണ് നമ്മുടെ നെല്ല്. നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ തലേ ദിവസം കുറച്ച് നെല്ലും വെള്ളവും ഒക്കെ കൂട്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിക്കാം. ഒരു മൺകലത്തിലായിരിക്കും ഏറ്റവും നല്ലത്. പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഇതിലുള്ള വെള്ളമെല്ലാം വാർക്കാൻ വേണ്ടിയിട്ട് വെക്കണം. നമ്മൾ ഈ കാണുന്നത് വെള്ളമെല്ലാം വാർത്ത് വെച്ചിട്ടുള്ള നെല്ലാണ് നമ്മൾ കാണുന്നത്. കണ്ടില്ലേ, നന്നായിട്ട് വെള്ളമെല്ലാം വാർന്ന് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മൺകലത്തിൽ കുറച്ച് നെല്ല് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് വറുക്കണം. നമ്മൾ അരിയൊക്കെ വറുക്കില്ലേ, അതുപോലെ തന്നെ നെല്ല് നന്നായിട്ട് വറുക്കാം. ആ പൊട്ടുന്ന സൗണ്ട് കേട്ടാൽ നമുക്കറിയാമല്ലോ വറവ് ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതുപോലുള്ള മൺകലത്തിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു ചെമ്പട്ടി എടുത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ ഒന്നുകൂടി ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് മൺകലത്തിൽ ചെയ്യുന്നതായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ വറുത്ത നെല്ല് എന്ത് ചെയ്യണം, കുറച്ചായി നമ്മൾ ഉരലിലിട്ടിട്ട് നമ്മൾ ഇടിക്കണം. നന്നായിട്ട് ഇടിക്കുക തന്നെ ചെയ്യണത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ അടിപൊളി അവിലായിട്ട് കാണാം. നമുക്ക് നല്ല രസമാണ് കേട്ടോ ഇത് കാണാൻ. ഇപ്പോഴത്തെ മക്കളൊന്നും ഇതൊന്നും കണ്ടിട്ടുണ്ടാവില്ല. എന്ത് രസമാണ് രണ്ട് പേര് തമ്മിൽ ഇങ്ങനെ ഇടിക്കുന്നത് കാണാമെന്നറിയോ. ആ ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മളത് നന്നായിട്ട് ഇടിക്കുക, എന്നാലേ അത് കറക്റ്റ് ആവുള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മളൊരു മുറത്തിലോട്ട് വാരിയിട്ട് നന്നായിട്ട് നമ്മളത് ചേരണം. അപ്പോൾ നമുക്കതിൻ്റെ ഉമിയൊക്കെ കളയാൻ പറ്റുള്ളൂ. എന്നിട്ട് ക്ലീൻ അവിൽ നമുക്ക് കിട്ടും. ഓക്കെ, കണ്ടില്ലേ എന്ത് രസമാണ് കാണാൻ. നല്ല നാടൻ അവിൽ. നമ്മളെപ്പോഴും കടയിൽ നിന്ന് വാങ്ങുന്ന അവിലേ ഉള്ളല്ലോ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഇടിച്ചു നോക്കുക കേട്ടോ. അവിൽ കിട്ടുകയാണെങ്കിൽ, നെല്ല് കിട്ടുകയാണെങ്കിൽ. ഇതാ നമ്മുടെ നാടൻ അവിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്.